പ്രിയമുള്ളവരെ, ഈ സമയങ്ങളിൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധ ജലം തളിച്ച് നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഷാലോം ടെലിവിഷൻ്റെ ചെയർമാനായ ബഹുമാനപ്പെട്ട വയലച്ചൻ. സ്നേഹമുള്ളവരെ, നമുക്കറിയാം നമ്മളെപ്പോഴും ദൈവാനുഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, ഞാൻ തരാത്തത് എന്തുണ്ട്? ഞാൻ കരം പിൻവലിച്ചാൽ ബാക്കി എന്തു നിൽക്കും? ദൈവം കരം പിൻവലിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം നിരന്തരമായ ദൈവാനുഗ്രഹം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ ചില പ്രത്യേക അവസരങ്ങളിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമാണ്. എന്ന് വെച്ചാൽ അസാധാരണമായ അനുഗ്രഹങ്ങൾ, കൃപകൾ നമുക്ക് ചിലപ്പോൾ ആവശ്യമുണ്ട്. അങ്ങനത്തെ കൃപകൾ ചൊരിയാൻ വേണ്ടി ദൈവം ചിലപ്പോൾ ചില അസാധാരണമായ അവസരങ്ങൾ ഒരുക്കും. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരിലേക്ക് ദൈവം അസാധാരണമായ കൃപ ചൊരിയും. യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശു നടന്നു പോയപ്പോൾ പലരും ചെന്ന് യേശുവിനെ തൊട്ടു. ചിലർ വഴിയരികൾ രോഗികളെ കൂടെ കിടത്തി. സഖേബൂസ് പോയി മരത്തിൽ കയറി. അങ്ങനെ പലരും ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി അസാധാരണമായ ദൈവാനുഗ്രഹങ്ങൾ നേടി. നമുക്കറിയാം, ദൈവം എത്ര അവസരമുണ്ടാക്കിയാലും ചില ആളുകൾ അത്തരം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുകയുമില്ല. അതുകൊണ്ട് അസാധാരണ കൃപ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ടും അവർക്കത് ലഭിക്കാതെ പോകുന്നു. നമ്മളെ അസാധാരണമായ വിധത്തിൽ അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയതാണ് ഷാലോമിൻ്റെ നൈറ്റ് വിജിൽ. കഴിഞ്ഞ അനേക വർഷങ്ങളിൽ നൈറ്റ് വിജിലിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് മനുഷ്യരെ ഈ രാത്രിയിൽ നമുക്ക് ഓർക്കാം. സങ്കീർത്തനം 118:24 നമ്മൾ വായിക്കുന്നു, കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ഒരു ദിവസം ഒരുക്കുന്നത് ഏതോ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഇപ്പോൾ ദൈവം അസാധാരണമായ ഒരു ഒരുക്കം നടത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അസാധാരണമായ അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ ദൈവം തയ്യാറാണ് എന്നാണ്. അതുകൊണ്ട് കർത്താവ് അസാധാരണമായ വിധത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ ഒരുക്കിയതാണ് ഈ നൈറ്റ് വിജിൽ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ നൈറ്റ് വിജിലിനെ ഓർത്ത്, ഇതിൽ പങ്കെടുക്കാൻ നമുക്ക് അവസരം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഗലാത്യർക്കുള്ള ലേഖനം 5-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മളോട് പറഞ്ഞു, സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആത്മീയ സ്വാതന്ത്ര്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എങ്കിലും കർത്താവേ, കൂടുതൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളിൽ പലതരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്. എന്നാൽ കർത്താവേ, ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാൻ അങ്ങ് ഇവിടെയുണ്ട്. അവർ വലിയ വിശ്വാസത്തോടുകൂടി നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളെ അസാധാരണമായ വിധത്തിൽ അനുഗ്രഹിക്കുവാൻ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം ഇവിടെയുണ്ട്. യേശു ക്രിസ്തു ഇവിടെയുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, ഈ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാൻ അങ്ങ് ഇവിടെയുണ്ട്. അതിന് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രത്യേകതകൾ ഇന്ന് സംഭവിക്കും. ഒന്ന് മനസ്സുകൊണ്ട് ഏറ്റു പറയാമോ? കർത്താവേ, നിൻ്റെ അസാധാരണമായ ഇടപെടലിലൂടെ ഇന്ന് ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്നവ ഞങ്ങളുടെ ജീവിതത്തിൽ
അസാധാരണമായ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. നിന്റെ പ്രത്യേകമായ ഒരു ഇടപെടൽ ഉണ്ടാകും. സർവ്വത്തിനു മേൽ അധികാരമുള്ള യേശുവേ, ആരുടെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വതും കീഴടങ്ങുന്നുവോ ആ നസ്രായനായ യേശുവേ, അങ്ങ് ഈ സഹോദരന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ വിധത്തിൽ ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനായി ഉന്നതത്തിൽ നിന്ന് അങ്ങയുടെ ശക്തി വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങളിലുള്ള ബന്ധനങ്ങൾ അഴിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിലുള്ള പാപബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിലുള്ള പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിലുള്ള തഴക്കദോഷങ്ങളുടെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിലുള്ള രോഗപീഠകൾ ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിലുള്ള ബുദ്ധിയുടെ ബന്ധനങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾക്കുള്ള ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ വെറുപ്പിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ നിരാശയുടെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ മനസ്സിൽ നിറങ്ങി നിൽക്കുന്ന സങ്കടങ്ങളുടെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ മനസ്സിൽ നിറങ്ങി നിൽക്കുന്ന ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും ആകുലതയുടെയും കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിലുള്ള എല്ലാ ആന്തരിക മുറിവുകൾക്കും ഇത് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള എല്ലാ തരത്തിലുള്ള പാപത്തിന്റെയും ശാപത്തിന്റെയും പൈശാചിക ബന്ധനങ്ങളുടെയും രോഗപീഠകളുടെയും കെട്ടുകൾ ഇന്ന് പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ ശക്തി വർഷിക്കട്ടെ. അവിടുന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. അവിടുത്തെ കൃപ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരമുയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ നാമത്തിൽ സർവ്വതും കീഴടങ്ങട്ടെ. നമ്മുടെ രോഗങ്ങളും പീഠകളും അസ്വസ്ഥതകളും കീഴടങ്ങട്ടെ. സാമ്പത്തിക തകർച്ചകൾ കീഴടങ്ങട്ടെ. കടബാധ്യതകൾ കീഴടങ്ങട്ടെ. മനസ്സിന്റെ മുറിവുകൾ കീഴടങ്ങട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേലെ വിശുദ്ധ ജലം തളിക്കും. കർത്താവേ, ഈ വിശുദ്ധ ജലത്തിലെ കഴുകണമേ. ഈ വിശുദ്ധ ജലത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ആത്മാവിലുമുള്ള എല്ലാ ബന്ധനങ്ങളും അഴിച്ചു കളയണമേ. ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ എന്ന് പറയുന്നു. കർത്താവേ, സ്തോത്രം. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ, കരങ്ങളടിച്ച് സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ഭയമെല്ലാം മാറിപ്പോകട്ടെ, നിരാശ നീങ്ങിപ്പോകട്ടെ, ഭയമെല്ലാം മാറിപ്പോകട്ടെ, നിരാശ നീങ്ങിപ്പോകട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ, കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് എല്ലാവരും സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. രോഗം മാറിപ്പോകട്ടെ, കരങ്ങൾ താഴ്ത്തി. ശാപം നീങ്ങിപ്പോകട്ടെ, രോഗം മാറിപ്പോകട്ടെ, ശാപം നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. വിടുതലുണ്ടാകട്ടെ,
ശക്തിയോടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ബന്ധനമെല്ലാം നീങ്ങട്ടെ, സാത്താൻ ശക്തികൾ തകരട്ടെ. ബന്ധനമെല്ലാം നീങ്ങട്ടെ, സാത്താൻ ശക്തികൾ തകരട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ശാന്തമായി നമുക്കിരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വീണ്ടും നാം ഒരു സ്തുതി ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ മനോഹരമായ ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്. യേശു കാനാൻകാരിയോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. 145-ാം സങ്കീർത്തനം 19-ാം തിരുവചനം ഇപ്രകാരം പറയാണ്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലീകരിക്കുന്നു. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലീകരിക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ സങ്കീർത്തനം 37-ന്റെ 4 വചനം ഇപ്രകാരം പറയുകയാണ്, നീ കർത്താവിൽ ആനന്ദിക്കുക, അപ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കും. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാം ആഗ്രഹങ്ങളെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ അവൾ മനസ്സുകൊണ്ട് അവൾ ദൈവത്തിൽ ആനന്ദിച്ചവളാണ്. സ്നേഹമുള്ളവരെ, ഈ രാത്രിയിൽ തുടർന്ന് നമ്മൾ നല്ലൊരു വർഷപ്പിലേക്ക് കടന്നു പോവുകയാണ്. ആമുഖമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ കർത്താവിൽ ബലം പ്രാപിക്കുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങൾ നല്ലപോലെ കർത്താവിനെ ആരാധിച്ച് നാം ഒന്നിച്ച് ഗായക സംഘത്തോട് ചേർന്ന് പാട്ടുപാടി തുടർന്ന് വലിയ ഒരു സമയം എടുത്തോളം നമ്മൾ നല്ലൊരു ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കണ്ണുകളടച്ച് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ഈ രാത്രിയിൽ നമുക്കൊന്ന് തേടാം. കാനായിലെ ആ കല്യാണ വിരിഞ്ഞ ശോകാർദ്രമായ ഒത്തിരി ദുഃഖം നിറഞ്ഞ ഒരു വീടായിരുന്നു, കല്യാണ വീടായിരുന്നു കാനായിലെ കല്യാണ വീട്. എന്നാൽ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ മറിയത്തോട് ഈ രാത്രിയിൽ ഹൃദയപൂർവ്വം മനസ്സിൽ അവൾ ദൈവത്തെ ആരാധിച്ചവളാണ്. പ്രിയപ്പെട്ടവർ, ഈ രാത്രിയിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടായിരിക്കാം നമ്മൾ മൈലുകൾ താണ്ടി ആ കാനാൻകാരി സ്ത്രീ വിശ്വാസത്തോടെ ഈശോയെ സമീപിച്ച് തൻ്റെ കുഞ്ഞിന് അനുഗ്രഹം വാങ്ങിച്ചതുപോലെ ഇന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങുവാൻ വേണ്ടി നമ്മളിവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൈലുകൾ താണ്ടി അതെ പല ദേശങ്ങളിൽ നിന്നും ഈ ആലയത്തിൽ കടന്നു വന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അമ്മ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഈരടികളോട് ചേർന്ന് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം.
കാനായിലെ ആ കല്യാണ വീടിലെ അവസ്ഥ പോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളുണ്ടാകാം. എന്നാൽ അമ്മയുടെ മധ്യസ്ഥതയാൽ ആനന്ദത്തിന്റെ പുതുവീഞ്ഞുകൊണ്ട്, ആനന്ദത്തിന്റെ ലഹരി കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കും. അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാം. എല്ലാവരും കണ്ണുകൾ അടച്ച് അമ്മേ വീഞ്ഞു തീർന്ന അവസ്ഥയായിരിക്കാം. വീഞ്ഞു തീർന്ന നേരം ഒരിക്കൽ കൂടി ഒന്ന് പാടാമോ ആ വരികള്? കനായിലെ ആ ഭവനം എല്ലാവരും വീഞ്ഞു തീർന്ന നേരം യേശുവിന്റെ അമ്മ യേശുവിൻ മുൻപിൽ നിൻ തിരുസ്നേഹം മാധ്യസ്ഥത്തിൻ പൂമഴയേകി. ദയവായി യേശുവിൻ മുൻപിൽ നിൻ തിരുസ്നേഹം മാധ്യസ്ഥത്തിൻ പൂമഴയേകി. അമല മനോഹരി അമ്മേ, അമല മനോഹരി അമ്മേ, അമ്മയോട് ചേർന്ന് എല്ലാവരും അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കും നെന്നുള്ളം. കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് തലയൊന്നു ചായ്ക്കാൻ അമ്മയോട് ചേർന്ന് തുടിക്കും നെന്നുള്ളം. അരികിൽ നീ വരണമേ. അമ്മയെ രാത്രിയിൽ അമല മനോഹരി അമ്മേ, സംഘത്തോട് ചേർന്ന് പാടാമോ പറ്റുന്നത് പോലെ? അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ ആ മടിയിലേക്ക് കൊടുക്കാം, തലയൊന്നു ജീവിതം കൊടുക്കാം, ചായ്ക്കാൻ ആഗ്രഹങ്ങളെ കൊടുക്കാം. തുടിക്കും നിന്നുള്ളം. തലയൊന്നു ചായ്ക്കാൻ കണ്ണുകളടച്ച് തുടിക്കും നിന്നുള്ളം. അരികിൽ നീ വരണമേ. കരങ്ങളൊന്ന് യാചനയോട് ഉയർത്തിപ്പിടിക്കാമോ? ഞങ്ങളുടെ കൂടെ ചേരാമോ? മാവിനെ വിട്ടുകൊടുക്കാമോ? അമ്മയോട് ചേർന്ന് ഈശോയെ ഒന്ന് കാണാമോ? എല്ലാ ദുഃഖങ്ങളും കൊടുക്കാം. ഈ ആരാധനയില് നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്ന് ഉയർത്താം. കരങ്ങൾ ഉയർത്തി ഈശോയെ ഒന്ന് സ്തുതിക്കാമോ? അമ്മയുടെ മധ്യസ്ഥതയില് മോശവാസികളോട് ചേർന്ന്, വിശുദ്ധാത്മാക്കളോട് ചേർന്ന് സ്വർഗ്ഗത്താൽ ഇറങ്ങി വരുന്ന സമയം യേശുവിനെ വിളിക്കാമോ? യേശുവിനെ വിളിക്കാമോ? പറ്റുന്നതുപോലെ ദൈവത്തെ സ്തുതിക്ക പ്രിയരെ. കർത്താവിൽ ആനന്ദിക്കാമോ? ദൈവത്തിൽ ആനന്ദിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് സ്തുതി ആരാധന. ഞങ്ങളുടെ കൂടെ ചേരാമോ? നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ എവിടെ ആയിക്കൊള്ളട്ടെ, ഹൃദയം ഉയർത്താമോ? കരങ്ങൾ താത്തി സർവശക്തനും കണ്ണുകളടച്ച് ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധനായ കർത്താവിനെ ആരാധിക്കാം. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ. ഞങ്ങളുടെ കൂടെ ചേരാമോ? ആയിരുന്നോനും ആയിരിക്കുന്നവനും ആയിരിക്കുന്നോനും ചേർന്ന് പാടാമോ? വരുവാനിരി
പരിശുദ്ധൻ കരങ്ങളൊന്ന് ഉയർത്താമോ? പരിശുദ്ധൻ രണ്ട് കരങ്ങളും ഉയർത്താമോ? പാടാമോ? നിത്യരുമായി ഉള്ളു തുറന്ന് പാടിയേ. കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതിക്കാമോ? പ്രിയരെ മനസ്സ് തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഒന്ന് സ്തുതിക്കാമോ? നാവിനെ വിട്ടുകൊടുക്കാമോ? നിങ്ങളിരിക്കുന്ന സ്ഥലം മറക്കുക, കണ്ണുകളടക്കുക, ഹൃദയം കൊണ്ട് ആരാധിക്കുക. ദൈവ തേജസ് ഇറങ്ങുന്ന സമയം, ദൈവ മഹത്വം ഇതാ ഇറങ്ങുന്ന സമയം, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന സമയം. പ്രിയരെ ഹൃദയം ഉയർത്താമോ? കരങ്ങൾ ഉയർത്തി ഹൃദയം ഉയർത്തി ദൈവത്തെ ആരാധിക്കാമോ? പരിശുദ്ധാത്മാവേ ആരാധന. യേശുവേ 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 യേശുവേ. താളത്തിൽ കരങ്ങളടിച്ച് കൈകളടിച്ച് പാടാം. സർവശക്തനായ കർത്താവിനെ ആരാധിക്കാം. ബാബിലോണിലെ സിംഹക്കുഴിയിലേക്ക് ഹബക്കൂക്ക് പ്രവാചകനെ വായുവേഗത്തിൽ എത്തിച്ച ഒരു ദൈവം. പ്രിയരെ ഈ രാത്രിയില് നമ്മുടെ കണ്ണുനീർ കുഴികളിലേക്ക്, കടഭാരത്തിന്റെ കുഴിയിലേക്ക് ഇറങ്ങി വരും. ആ ബോധ്യത്തോടെ കരങ്ങൾ ഉയർത്തിയടിക്കാമോ? ബോധ്യത്തോടെ പാടാം. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കൂക്കിനെ എത്തിച്ചവനാം എന്റെ കർത്താവേ, ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കൂക്കിനെ എത്തിച്ചവനാം എന്റെ കർത്താവേ, ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. കുഴഞ്ഞ എന്റെ ജീവിതത്തിന്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണം. പ്രാർത്ഥിക്കാമോ? കുരുക്കഴിക്കാൻ എനിക്കാവുന്നില്ലല്ലോ, പാടാമോ? കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാമോ? തരണം. കുഴഞ്ഞ എന്റെ ജീവിതത്തിന്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണം. കുരുക്കഴിക്കാൻ എനിക്കാവുന്നില്ലല്ലോ, വിട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണം. കരങ്ങളുയർത്തി ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. നിത്യരുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പാടാമോ? നിത്യരുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. എഴുന്നേൽക്കാമോ? എഴുന്നേറ്റുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് ഉള്ളു തുറന്ന് വിളിച്ച് ബാബിലോണിലേക്ക്, ആ സിംഹക്കുഴിയിലേക്ക്, അതേ ഹബക്കൂക്ക് പ്രവാചകനെ അയച്ച ദൈവം നമ്മുടെ കണ്ണുനീർ കുഴികളിലേക്ക് ഈ രാത്രിയിലെ ഈ ആരാധനയിലൂടെ ദൈവം ഇറങ്ങുന്നു. സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണ്ടും കരമടിക്കാം. കൈകളടിച്ച് പാടാമോ? വെള്ളക്കുതിര മേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. വെള്ളക്കുതിര മേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. അവന്റെ മിഴി തീനാളങ്ങൾ പോ, തീനാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. അവന്റെ മിഴി തീനാളങ്ങൾ പോൽ കർത്താവിനെ കണ്ട് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി. വാങ്ങിടാം. ആയിരുന്നോനും
ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യരുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പാടാമോ? നിത്യരുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യരുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യരുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങളെടുത്ത് സ്തുതിക്കാമോ? കരങ്ങളെടുത്ത് യേശുവിനെ വിളിക്കാമോ? യേശുവേ, യേശുവേ, ദാനിയേലിന്റെ നിലവിളിക്ക് മുമ്പിൽ, ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇറങ്ങി വന്ന കർത്താവേ, എന്റെ പൊന്നു കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ മക്കളെ വിളിക്കുന്നു. യേശുവേ, എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ, എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. മടികൂടാതെ ദൈവത്തെ സ്തുതിക്കുക, മടികൂടാതെ സ്തുതിക്കുക, പ്രിയരെ ദൈവത്തെ ആരാധിക്കുക. അന്ധകാര പീഡകള് യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. നാരകീയ ശക്തികള് ജീവിതം മാറട്ടെ. ഹല്ലേലൂയ, 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 വീണ്ടും കരങ്ങൾ അടിക്കാമോ? സ്വാതന്ത്ര്യം എടുത്ത് ആരാധിക്കാമോ? ആത്മാവിൽ സ്വാതന്ത്ര്യത്തോടെ സ്തുതികളിൻ മധ്യേ വാസം ചെയ്യും വിശുദ്ധിയിൽ വിശുദ്ധൻ നീ. ശ്വാസം കണ്ട് ആരാധിക്കാമോ? അത്യുച്ചനാദം സ്തോത്രത്തോടെ ദൂതർ നിന്നെ സ്തുതിച്ചിടുന്നു. സ്തുതികളിൽ മധ്യേ വാസം ചെയ്യും വിശുദ്ധിയിൽ വിശുദ്ധൻ നീ. അത്യുച്ചനാദം സ്തോത്രത്തോടെ ദൂതർ നിന്നെ സ്തുതിച്ചിടുന്നു. ആരാധിക്കാം ആരാധിക്കാം നാം ആത്മാവിലും ആരാധിക്കാം നാം സത്യത്തിലും ആരാധിക്കാം നാം ആത്മാവിലും ആരാധിക്കാം നാം സത്യത്തിലും. എന്നാത്മനാഥൻ എൻ രക്ഷകൻ സ്തുതിക്ക് യോഗ്യൻ നീ. ഇന്നാത്മനാഥൻ എൻ രക്ഷകൻ സ്തുതിക്ക് യോഗ്യൻ നീ. ആരാധിക്കാം നാം ആത്മാവിലും ആരാധിക്കാം നാം സത്യത്തിലും ആരാധിക്കാം നാം ആത്മാവിലും ആരാധിക്കാം നാം സത്യത്തിലും. രണ്ട് സൈഡിലും കരങ്ങടിക്കാം, ഇരു സൈഡിലും കരങ്ങടിക്കാം. ഹൃദയ സ്വാതന്ത്ര്യം എടുത്ത് താളമേളത്തോടെ താളമേളത്തോടെ ചേർന്ന് ആരാധിക്കാമോ? പരസ്പരം ഒന്ന് പുഞ്ചിരിയോടെ, പരസ്പരം ഒന്ന് പുഞ്ചിരിയോടെ. ഇടതും ബലം നൽകുന്ന വ്യക്തി ഒന്ന് ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക, ദൈവ ആത്മാവിൽ ആരാധിക്കുക. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ ശക്തി ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാ 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 ലാ. കൈകളെ മുഖത്ത് പിടിക്കാമോ? കൈകളെ മുഖത്ത് പിടിക്കാമോ? ഹേ 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 ആടിപ്പാടി ലാ 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 കർത്താവിൽ ആരാധിച്ച് ലാ 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 ഹല്ലേലൂയ. ലാ. ഈശോയിൽ ആരാധിക്കാം. ഹേ 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 ലാ 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 മടികൂടാതെ ലാ ലാ ദൈവാത്മാവിൽ ലാ ആരാധിക്കാം. ലാ. നല്ലപോലെ ആരാധിക്കാം. ഹേ 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 ലാ 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 ലാ. ശക്തമായി കൈകളടിച്ച് ആദിജാതൻ അധിപതിയും നിത്യപിതാവും നീ. നിത്യപിതാവേ. ഉന്നതനാം കർത്തൻ
നീ, രാജപുരോഹിതൻ നീ. ആദ്യജാതൻ അധിപതിയും നിത്യപിതാവും നീ, ഉന്നതനാം കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും, ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. എന്നാത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. എന്നാത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ പരിശുദ്ധനേ, കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് ഈ രാത്രിയിൽ പ്രിയരെ, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരുന്ന പൊന്നു തമ്പുരാന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? നിങ്ങൾ ആരായിരുന്നാലും എന്തായിരുന്നാലും, ഖാനാൻ കാരിയോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, മകളെ നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ സഫലമാകട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം രണ്ട് കരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിച്ച് ഹൃദയം ഉയർത്താമോ? അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാമോ? അതെ, ആരാധനകൾക്ക് യോഗ്യനായവനെ ഒന്ന് ആരാധിക്കാമോ? ഒന്ന് ചെറിയ സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കാമോ? സ്തുതിക്കാമോ? സമൂഹം ഒന്ന് സ്തുതിക്കാമോ? പ്രിയരെ, നിങ്ങളൊന്ന് സ്തുതിക്കാമോ? നിങ്ങളുടെ സ്വരം ഒന്ന് ദൈവം കേൾക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിന് ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? പ്ലീസ്, ദയവായി നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കരുത്. ദൈവത്തെ വിളിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുദേവാദിദേവൻ, കർത്താദി കർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ, കർത്താദി കർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. എൻ മനമേ സ്തുതിക്ക നിന്നാദനേ, എന്നുള്ളമേ വാഴ്ത്തുക. ശാന്തമായിരിക്കാമോ? ഇരുന്നു കൊണ്ട് ആരാധിക്കാം. കണ്ണുകളടച്ച് എന്റെ പ്രിയനെ, എന്റെ യേശുവേ, യേശുദേവാദിദേവൻ, കർത്താദി കർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ, കർത്താദി കർത്തൻ, കർത്താവിനെ കണ്ട് പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. നന്ദി പറയാ, നന്ദി പറയുക. ഈ രാത്രിയില് ഉള്ളു തുറന്ന് നന്ദി പറയാ. നന്ദി ഈശോയെ എന്നൊന്ന് പറയാമോ? താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. എന്നെ ഞാനാക്കി മാറ്റിയ നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നപ്പാ, നിന്റെ കരുണയ്ക്കായി ഞാൻ നന്ദി പറയുന്നു കർത്താവ്. ഒന്ന് സ്തുതിക്കാമോ പ്രിയരെ? അതരം തുറന്ന് സ്തുതിക്കാമോ? നിങ്ങളുടെ ഭാഷയിലൊന്ന് സ്തുതിക്കാമോ? ഈ സ്തുതി ആരാധനയിൽ ദൈവത്തിന് പ്രീതികരമായി ഒന്ന് സ്തുതിക്കാമോ? ഓ, ദൈവ തേജസ്സിന്റെ മുമ്പില് ഹൃദയം ഉയർത്താമോ? കരങ്ങൾ ഉയർത്താമോ? ആരാധിക്കാമോ? യേശുവേ, യേശുവേ, വിളിക്കു മക്കളെ,
നിങ്ങളുടെ ദൈവത്തെ വിളിക്ക്. നമ്മുടെ അപ്പൻ ജീവിക്കുന്നവനാണ്. Holy Spirit. ഓ ഓ ഓ യേശുവേ 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 സ്തുതിക്കാമോ? ദൈവാത്മാവേ ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദി പറയാം. സ്വീകരിപ്പാൻ യോഗ്യനാമേശുവേ. സത്യമല്ലേ? ആരാധനയും സ്തുതിയും സ്തോത്രവും പരസ്പരം കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാമോ? സ്വീകരിപ്പാൻ കരങ്ങൾ പിടിച്ച വ്യക്തിക്ക് വേണ്ടി എന്നുള്ളത് നന്ദി പറയാമോ? ആ കരങ്ങളൊന്ന് ഉയർത്താമോ? യേശുദേവാദിദേവൻ കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ആരാധിക്കാമോ? യേശുദേവാദിദേവൻ കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ കർത്താദികർത്തൻ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവിനെ വിളിക്ക്. അപ്പാ 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 വിളിക്ക് മക്കളെ. യേശുവിനെ വിളിക്ക്. യേശുവിനെ വിളിക്ക്. അവൻ നമ്മുടെ അടുത്തുണ്ട്. അപ്പാ 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 പരിശുദ്ധമേ ശബരമലമിയ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ദൈവ തേജസ് ഇറങ്ങുന്നു. ഹല്ലേലൂയ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, പരിശുദ്ധാത്മാവേ ആരാധന. ആത്മാവിൽ സാന്നിധ്യമായി എന്നോടും നിറയുന്ന കർത്താവേ നന്ദി ഇടപെടണേ. കുടുംബങ്ങളുടെ മേൽ ശക്തി അയക്കുന്ന ദൈവമേ നന്ദി പറയും. വ്യക്തി ജീവിതങ്ങളെ ഉണർത്തുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ സജീവമായ സാന്നിധ്യം ഈ ആലയത്തിൽ ഞങ്ങൾ കാണുന്ന കർത്താവേ, അങ്ങയുടെ കാലത്ത് ഞങ്ങൾ കേൾക്കുന്നു ദൈവമേ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ ഇരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുന്നാണ് ഉത്തരമെന്ന് ഞങ്ങൾ ഏറ്റു പറയുകയാണ്. ഞങ്ങളുടെ മനസ്സിൽ ഉയരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അവിടുന്നാണ് ഉത്തരമെന്ന് കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുക. എൻ്റെ യേശുവേ, രാത്രിയിൽ ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ നീ വരണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക് വരണമേ. ഹല്ലേലൂയ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, ഈശോയെ ഞങ്ങളോട് ചേർന്ന് ആത്മാവിൽ എന്നോട് ചേർന്നിരിക്കാൻ എന്നെ സഹായിക്കണം കർത്താവേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, നിന്റെ പാദാന്തികത്തിൽ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ സമർപ്പിച്ചാണ്. എന്നോടും
എൻ്റെ കുടുംബത്തെ എനിക്കുള്ളവയെ മുഴുവൻ കർത്താവ് ഞാൻ നിനക്ക് അടിയറവ് ആരിലും ശ്രേഷ്ഠമാ, ഈശോയെ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തനായ ആരിലും ശക്തമാ, യേശുവേ, ആഴത്തിൽ എന്നോടും ഇടപെടണേ, പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ എന്നോടും ഇടപെടണേ, പരിശുദ്ധാത്മാവേ, ആഴത്തിൽ എന്നോടും ഇടപെടണേ, സ്തോത്രം കർത്താവേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. ഒരു നിമിഷം കൂടി കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് അടുപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ എല്ലാം മറന്ന് നമ്മൾ ഈ സമയം അവിടുത്തെ ആരാധിക്കുകയായിരുന്നു. ഇതാ തുടർന്നുള്ള സമയം അവിടുന്ന് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം, കർത്താവേ എന്നോട് സംസാരിക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 16:14 പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് ലിദിയായുടെ ഹൃദയം തുറന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് അങ്ങയുടെ അരുളപ്പാടുകൾ ഗ്രഹിക്കുവാനും സ്വീകരിക്കുവാനും എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവാത്മാവ് മുഖേനയല്ലാതെ മറ്റാർക്കും സാധ്യമല്ലല്ലോ. പരിശുദ്ധ പ്രിയ പരിശുദ്ധ അമ്മേ, ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുവാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് അമ്മയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ളവന്മേ. ഈശോ മിശിഹായിക്ക് പരസ്പരം അടുത്തുള്ളവർക്ക് സ്തുതിയെ കൊടുക്കാം. കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരാലയത്തിലാണ് നമ്മളെല്ലാവരും രാത്രിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. വലതുവരെ ഉയർത്തി പറയാം ഹല്ലേലൂയാ. കൈകളൊന്ന് വീശി പറയാമോ ഹല്ലേലൂയാ. ഒരു വചനം പരിശുദ്ധാത്മാവ് തരികയാണ്. സഫാനിയ 3:17 ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടെ നമ്മുടെ ഇടയിലൂടെ നടക്കുകയാണ്. വിശ്വാസമുള്ളവർ അടുത്തിരിക്കുന്നവരുടെ വചനം ഒന്ന് ഏറ്റു പറയാം. കരം പിടിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ കരം ഒന്ന് പിടിച്ച് ചേർത്ത് പിടിച്ചു മഹത്വത്തോടെ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയാ. ഇത് വിശ്വസിക്കുന്നവർ ആനന്ദത്തോടെ കരം ഉയർത്തി പറയാം ഹല്ലേലൂയാ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും കണ്ണുനീരിനുമുള്ള ഉത്തരമാണ് എല്ലാ ദൈവ ശുശ്രൂഷകളും, എല്ലാ വചന കൂടാരങ്ങളും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ഈ വചന കൂടാരത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ വിഷയങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. വലതുകൈ ഉയർത്തി പറയാം ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ കണ്ണുനീരൊപ്പാൻ എക്കാലവും, ഇന്ന് മാത്രമല്ല പഴയ നിയമഗ്രന്ഥം മുതൽ ഇന്നു വരെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളെയും വേർതിരിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിവുള്ളവരാണ്. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൻ്റെ 34-ാം വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വിശുദ്ധ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ജനം അനുഭവിക്കുന്ന പീഡനം ഞാൻ വ്യക്തമായിട്ട് കണ്ടു, അവരുടെ ദീനരോദനം ഞാൻ കേട്ടു, അവരെ വിമോചിപ്പിക്കുവാൻ ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പീഡനങ്ങൾ വ്യക്തമായി കണ്ട്, കുടുംബത്തിലാകാം, കാർഷിക മേഖലയിലാകാം, കുടുംബ ജീവിതത്തിലാവാം, പഠന മേഖലയിലാകാം, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പീഡനങ്ങൾ വ്യക്തമായി കാണുന്ന, നമ്മുടെ ദീനരോദനം കേട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം പ്രിയപ്പെട്ടവരെ തൻ്റെ ശക്തിയും തൻ്റെ കരബലവും പ്രകടമാക്കുവാൻ ചില പ്രത്യേക വ്യക്തികളെയും ചില പ്രത്യേക സ്ഥലങ്ങളെയും തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് സുവിശേഷത്തിന്റെ കൃത്യമായ ഒരു പഠനമാണ്. വലതുയർത്തി പറയാം ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദൈവരാജ്യ ശുശ്രൂഷകൻ, ദൈവ പൈതൽ ഈ ഒരു കാര്യത്തെ ഒരിക്കലും അവഗണിക്കരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇതാണ് ആ കാര്യം. ദൈവം ഓരോ കാലഘട്ടത്തും തൻ്റെ ദൂത് നൽകുവാൻ ചില വ്യക്തികളെ അഭിഷേകം ചെയ്ത് ഉയർത്തുന്നു. ഒരു കൗൺസിലറാകാം,
ഒരു മധ്യസ്ഥ നടത്തുന്ന വ്യക്തിയാകാം, ഒരു അഭിഷിക്ത പുരോഹിതനാകാം. ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തുന്നു. രണ്ടാമതായി, ദൈവം തൻ്റെ ശക്തിയും മഹത്വവും വെളിപ്പെടുത്തുവാൻ പ്രത്യേകമായ ചില സ്ഥലങ്ങളെയും ചില പ്രാർത്ഥനാലയങ്ങളെയും കൂടാരങ്ങളെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു. ദേവാലയങ്ങൾ, വചന കൂടാരങ്ങൾ, പ്രാർത്ഥനാലയങ്ങൾ, ഇതെല്ലാം ദൈവത്തിന്റെ കരവിരുതാണ് തൻ്റെ ശക്തി പ്രകടമാക്കുവാൻ. വലതിര ഉയർത്തി പറയാം ഹല്ലേലൂയ. നമുക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്, എന്താണ് അതിന്റെ അടിസ്ഥാനം. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, എൻ്റെ നാമം നിത്യം നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയത്തെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ അതിന്മേലുണ്ടായിരിക്കും. സന്തോഷത്തോടെ വലതുയർത്തി ഹല്ലേലൂയ. എന്താണ് ദൈവം പറയുന്നത്? ദൈവം ഒരാലയത്തെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവന്റെ നാമം അവിടെ ഉയർന്നു നിൽക്കേണ്ടതിന് അവിടുന്ന് ആലയത്തെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചുകൊണ്ട് അവിടുത്തെ ഹൃദയപൂർവമായ കടാക്ഷം, ചെറിയ കടാക്ഷമല്ല, ഹൃദയപൂർവമായ കടാക്ഷം എപ്പോഴൊക്കെയാണ്? സദാ, രാവും പകലും അവിടെ ഉണ്ടായിരിക്കും. വലതുയർത്തി പറയാം ഹല്ലേലൂയ. അങ്ങനെ ഒരു കൂടാരത്തിലാണ് ഈ രാത്രിയിൽ ഞാനും നിങ്ങൾ എത്തി നിൽക്കുന്നത്. ഇതൊരു പ്രാർത്ഥനാ കൂടാരമാണ്. ഈ കാലഘട്ടങ്ങൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തൊരു കൂടാരമാണ് ദൈവത്തിന്റെ ആലയം. ധാരാളം ആലയങ്ങൾ ഈ കാലഘട്ടത്തിലും ഈശോ തൻ്റെ ജനത്തിന്റെ കണ്ണുനീരൊപ്പാനും അവരുടെ ജീവിതങ്ങൾ ഇടപെടാനും അവരോട് തൻ്റെ അരുളപ്പാടുകൾ അറിയിക്കാനും തിരഞ്ഞെടുത്തതാണെന്ന ബോധ്യമുള്ളവർക്ക് മാത്രമേ, അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെയും സ്ഥലങ്ങളെയും ആദരിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയും അനുഗ്രഹവും അഭിഷേകവും പ്രാപിക്കാൻ കഴിയുള്ളൂ. വിശ്വസിക്കുന്നവർ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെ നമ്മൾ ആദരിക്കണം. അങ്ങനെ ദൈവം നമ്മോട് സംസാരിക്കുന്ന വ്യക്തികളുടെ അടുക്കൽ നാം പോകുമ്പോൾ, എപ്പോഴും അല്ല, ദൈവം പറയുമ്പോൾ, ദൈവം തിരഞ്ഞെടുത്ത പ്രാർത്ഥനാലയങ്ങളിലേക്ക്, ദേവാലയങ്ങളിലേക്ക് നാം ഓടിക്കൂടുമ്പോൾ അവിടെ വെച്ച് ദൈവം നമ്മോട് സംസാരിക്കുമെന്നത് സ്വർഗത്തിന്റെ ഒരു നിയമമാണ്. ചിലരെങ്കിലും പറയും, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, ഇങ്ങനെയുള്ള പ്രാർത്ഥനാലയങ്ങളിൽ പോകുന്നത്, ദൈവം എല്ലായിടത്തും ഇല്ലേ? പ്രിയപ്പെട്ടവരെ, അതൊരു ആത്മീയ കെണിയാണ്, സ്വർഗീയ ചിന്തയല്ലത്. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എത്രയോ പേർ ബഹുദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നു. അവർക്കൊരു ബോധ്യമുണ്ട്, ഇത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ്, ഇവിടെ വെച്ച് ദൈവനോട് സംസാരിക്കും. അതാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ കഴിഞ്ഞ കാല അനുഭവം. അങ്ങനെ അനുഭവമുള്ളവർന്ന് വരുമ്പത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ, ചെറുതായിക്കോട്ടെ, ദൈവം കഴുതയിലൂടെ പോലും സംസാരിക്കുന്നൊരു ദൈവമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ വയനാട്ടിൽ വെച്ചൊരു സഹോദരനെ കണ്ടുമുട്ടാനായിട്ട് ഇടയായി. ആ സഹോദരൻ പങ്കുവച്ചൊരു കാര്യം ഇങ്ങനെയാണ്: വളരെ വർഷങ്ങളായിട്ട് എൻ്റെ കിണറ്റിൽ, ഒരുപാട് വർഷമായിട്ട്, മാർച്ച് ഏപ്രിൽ മാസമായാൽ, മെയ് മാസമായാൽ ഒരു തുള്ളി വെള്ളം കിട്ടൂല, വെള്ളമില്ലാത്തൊരു കിണർ. അയൽവക്കത്തുള്ള വീടുകളിൽ അവർക്ക് കോരാൻ ചെല്ലും, അവർക്ക് വലിയ വിഷമമാണ്. കുഴപ്പമില്ല, കോരിക്കോളാനൊക്കെ പറയും, എന്നാലും ഉള്ളുകൊണ്ട് ആ വലിയ തൃപ്തിയില്ല. അങ്ങനെ ഒരുപാട് അപകാശവും നിന്ദനമൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചാണ് ഭാര്യയും 3 മക്കളും ഇവർ വെള്ളം കോരാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവർ, അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവർക്കതൊരു വിഷമമായി, വേദനയായി. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ ആരംഭത്തിൽ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ പീഡനങ്ങൾ വ്യക്തമായി കണ്ട്, നമ്മുടെ ദീനരോധനങ്ങൾ കേട്ട് നമ്മൾ നിലവിളിക്കുമ്പോൾ സ്വർഗം ചില വ്യക്തികളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. വലതുകൈ ഉയർത്തി പറയാം ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യന് ഒരു സാധാരണക്കാരനായ ഒരു കൗൺസിലറുടെ അടുത്ത് പോയി ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രേരണ കിട്ടി. പ്രിയപ്പെട്ടവർ, ഞാനിത് പറഞ്ഞു വരുന്നത്, ദൈവം തിരഞ്ഞെടുത്തവരെ നമ്മൾ ഒരു കാലത്തും അവഗണിക്കരുത്. ഒരു അഭിഷിക്ത പുരോഹിതൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. കർത്താവിൻ്റെ നാമം നിമിത്തം ആ മകനിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പറയാ ഹല്ലേലൂയ. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോടും സ്ഥലങ്ങളോടുമൊക്കെ പുച്ഛവും അവഗണനയും മാറി വരുന്ന അനുഭവമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ഈ സഹോദരൻ ഈ കൗൺസിലറുടെ അടുത്ത് പോയി. ഈ കൗൺസിലർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഒരുപാടൊന്നും പറഞ്ഞില്ല, ഒരുപാട് ഭാഷാപരം അല്ലെങ്കിൽ ഒരുപാട് പരങ്ങളൊന്നും പറഞ്ഞില്ല. രാപദർ ഇങ്ങനെ പറഞ്ഞ അവസാനം, ഇന്നു മുതൽ നിങ്ങളുടെ കെണ്ടിൽ വേനൽക്കാലമാകട്ടെ മഴക്കാലമാകട്ടെ വെള്ളം പറ്റുകയില്ലെന്ന് കർത്താവ് പറയുന്നു. പറയാം ഹല്ലേലൂയ. ദൈവം അങ്ങനെ ഒരു കൃപ കൊടുക്കുന്ന മനുഷ്യർക്ക്, പ്രവാചകർക്ക്. അതാണ് അതിൻ്റെ, അത് വിശ്വസിക്കുന്നവർക്ക് അത്ഭുതം സംഭവിക്കും. എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞു, എങ്ങനെയാണ് എൻ്റെ ബ്രദറെ, അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു,
മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അറുതിയുടെ വേനലിൻ്റെ ഒരുപാട് മാസങ്ങൾ കടന്നുപോയി, ഒരുപാട് വർഷമായി ബ്രദറെ. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കിണറ്റിൽ വെള്ളം പറ്റിയിട്ടില്ല. അത് ഓരോ ദിനവും ഓരോ വർഷവും കൂടി വരികയാണ്. വലതുവരെ പറയാം ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ എത്ര ചെറുതാകട്ടെ, അവരുടെ ശാരീരിക യോഗ്യത ആകാര വടിവ് ഒന്നുമല്ല, കർത്താവിൻ്റെ അഭിഷേകം അവരിലൂടെ പ്രവർത്തനക്ഷമമാകും. 1 സാമുവേൽ 3:19 പറയുകയാണ്, ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമാകാൻ ദൈവം ഇവിടെ വരുത്തിയില്ല. സാമുവേലിനെ കുറിച്ച് പറയുന്നതാണ്. വെറുതെ പറയാം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നാം പറയുന്ന വാക്കുകളൊന്നും വ്യർത്ഥമാകാം ദൈവം ഇടവരുത്തുകയില്ല. ദൈവം അവൻ്റെ കൂടെ ഉണ്ടാവും. അതാണ് നാം തിരിച്ചറിയേണ്ടത്, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്ന ശക്തി. എലിയ പറഞ്ഞില്ലേ, വിധവയോട് ഇന്നു മുതൽ നിന്റെ കലത്തിലെ മാവ് തീരുകയില്ല, ഭരണിയിലെ എണ്ണ പറ്റുകയും. ദൈവം ദാസൻ പറഞ്ഞാൽ അത് വ്യർത്ഥമാകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല. അന്നു മുതൽ പ്രിയപ്പെട്ടവരെ വേറൊരു കാര്യവും സംഭവിച്ചില്ല. ആ പ്രാർത്ഥനയുടെ സമയം തൊട്ട് ഈ കിണറ്റിലെ വെള്ളം സമൃദ്ധമായിട്ട് ഉയർന്നു വരാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കി. ഇതാ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള നൈറ്റ് വിൽ കൂടാരങ്ങളിൽ, പ്രാർത്ഥനാ കൂടാരങ്ങളിൽ വന്ന് വില കൊടുത്ത് പ്രാർത്ഥിക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പലരും വിചാരിക്കുന്നത് ഈ അനുഗ്രഹങ്ങളൊക്കെ ചൊളിവിൽ കിട്ടിയാൽ മതി. അനുഗ്രഹങ്ങളെല്ലാം വിശുദ്ധമാണ്, അത് വിലയുള്ളതാണ്. അതിനുവേണ്ടി വില കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വലതുവരെ ഉയർത്തി പറയാം ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ത്യാഗമെടുത്തും നോമ്പ് നേറ്റൊക്കെ ദൈവജനം പ്രാർത്ഥിച്ച് ദേവാലയങ്ങളിൽ, തീർത്ഥാടക സ്ഥലങ്ങളൊക്കെ പോകുന്നത്. തീർത്ഥാടക സ്ഥലങ്ങളിലൊക്കെ ദൈവസാന്നിധ്യം കർത്താവ് നിറച്ചു വച്ചിരിക്കുകയാണ്. വലതുവരെ ഉയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ആത്മീയ സത്യമാണ്. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ, പ്രാർത്ഥനാലയങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, ഒരു കൊച്ചു പ്രാർത്ഥനാ സമ്മേളനമാകട്ടെ, അവിടെ ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കുന്നു എന്നുള്ള കാര്യം ഒരു വിശ്വാസി ഒരിക്കലും മറന്നു പോകരുത്. പലതരം പറയാം ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം, ഒരു സംഭവം ഓർക്കുകയാണ്. ഈജിപ്തിലെ മറിയം വിശുദ്ധ, നിങ്ങൾ കുറേ പേരെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടോ? അതിൻ്റെ വിശുദ്ധയുണ്ട്. ഈജിപ്തിലെ മേരി, ഈജിപ്തിലെ വിശുദ്ധ മേരി. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു സെന്റ് അഗസ്റ്റിനേക്കാൾ ഏറെ കാലം പാപത്തിൽ മുഴുകി ജീവിച്ച ഒരു വിശുദ്ധ. വായിക്കുമ്പം നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര വിസ്മയകരം ചിന്തിക്കാൻ പറ്റും. AD 344 ജനിച്ച ഒരു സാധാരണ യുവതിയാണ്, ഒരു വിശുദ്ധയുടെ ചരിത്രമാണ് ഈജിപ്തിലെ മേരി നമുക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തൻ്റെ 12ാമത്തെ വയസ്സിൽ അലക്സാണ്ട്രിയ നഗരത്തിലേക്ക് ചേക്കേറിയ ഒരു കുടുംബം. ആ 12ാം വയസ്സ് തൊട്ട് ഓർക്കണം, 17 വർഷക്കാലം വ്യഭിചാരം ചെയ്ത് ദൈവം അതൊരു തൊഴിലാക്കി മാറ്റി അശുദ്ധമായ ജീവിതം നയിച്ച ഒരു വിശുദ്ധയാണ് ആര്? ഈജിപ്തിലെ മേരി. ഈജിപ്തിലെ മേരി 17 വർഷക്കാലം വ്യഭിചാരം ചെയ്ത് ആ പാപത്തിൻ്റെ വഴിയിലൂടെ നടന്ന് അങ്ങനെ ജീവിച്ച ഒരു വിശുദ്ധയാണ് മേരി. അവളെ ദൈവം തൊട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് നല്ലതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവൾ മുന്നോട്ട് പോവുകയാണ്. ജീവിതം മുഴുവൻ കുത്തഴിഞ്ഞ് ഈ പാപത്തിൻ്റെ സുഖത്തിൽ മുഴുകി ജീവിക്കുകയാണ്. ഇന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവരെ കാലങ്ങളായി, വർഷങ്ങളായി പാപത്തിൻ്റെ ലഹരിയുടെ പൈശാചിയുടെ അടിമത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നാം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വെച്ച് ദൈവം അവരുടെ ജീവിതങ്ങളിൽ ഇടപെടും. വിശ്വസിക്കുന്നവരെന്ന് പറയാൻ പറ്റും. ഹല്ലേലൂയ. ഇത് വ്യക്തിയുടെ അഭിഷേകമല്ല, തിരഞ്ഞെടുത്തവൻ്റെയും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്തിൻ്റെ അഭിഷേകമാണ്. അങ്ങനെ ഒരു ബോധ്യത്തോടെ വേണം നമ്മൾ ഈ നൈറ്റ് വില്ലൊക്കെ പങ്കെടുക്കുവാൻ. പറയാം ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ ഈജിപ്തിലെ മേരിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവളിങ്ങനെ പാപത്തിൽ മുഴുകി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ വർഷത്തെ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ, ആ ദിനം ഒരു തീർത്ഥാടക സംഭവം, യേശുവിനെ കുരിശിൽ തറച്ച കുരിശിൻ്റെ അവശിഷ്ടമുള്ള ഒരു ദേവാലയത്തിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയാണ്. ആ സമയത്ത് ഈ മകളും പ്രിയപ്പെട്ടവർ ഈ തീർത്ഥാടക സംഘത്തിൻ്റെ കൂടെ ചേർന്നു. ഇവള് ചേർന്നത് അവിടെ പോയി ആ കുരിശിനെ വണങ്ങാനോ ദൈവത്തെ ആരാധിക്കാനൊന്നും അല്ല. നമുക്കറിയാം, വലിയ പാപത്തിൻ്റെ പറ്റന്ന് കഴിയുന്ന ഒരു സഹോദരിയാണ് ഇവള്. ഇവള് ചേർന്നത് എന്തിനാണെന്നറിയാമോ? കൂടുതൽ സൗന്ദര്യമുള്ള പുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിക്കാനും തൻ്റെ പാപത്തിന് പുതിയ വഴികൾ കണ്ടുപിടിക്കാനും വേണ്ടിയാണ് ഈ മകള് ആ തീർത്ഥാടക സംഘത്തിൻ്റെ കൂടെ ചേർന്നത്. അങ്ങനെ ഇവര് ആ ദേവാലയത്തിലെത്തി
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവരുടെ കൂടെയുള്ള എല്ലാ വിശ്വാസികളും വളരെ പെട്ടെന്ന് ദേവാലയത്തിലേക്ക് കടന്നു. എന്നാൽ അവളുടെ ആത്മകഥയിൽ പറയുകയാണ്, 4 തവണയോളം ഇവൾ ദേവാലയത്തിൻ്റെ വാതിൽ കടക്കാൻ പരിശ്രമിച്ചിട്ടും ഒരു അദൃശ്യമായ ശക്തി ഇവളെ പുറകോട്ട് തള്ളി മാറ്റിയതാണ്. നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് കാണാൻ കഴിയുക. അരൂപിയുടെ അദൃശ്യമായ സാന്നിധ്യം ഇവിടെ എല്ലാം ചൂഴ്ന്നു നിൽക്കുകയാണ്. ഓരോ പ്രാർത്ഥനായത്തിലും പല തിരുവരുത്തി പറയാം ഹല്ലേലൂയ. ഇവൾ കടക്കാൻ പരിശ്രമിക്കും, അതിലൊരു അദൃശ്യമായ ശക്തി ഇവളെ പുറകോട്ട് വലിക്കുക. അവൾക്ക് വലിയ മനസ്സിന് ഇടിവിത. തൻ്റെ കൂടെയുള്ളവരെല്ലാം ദേവാലയത്തിൽ കടന്ന് വിശുദ്ധ കുരിശ് കാണുന്നു, ആരാധിക്കുന്നു. തനിക്ക് മാത്രം പറ്റണില്ലല്ലോ. എന്തുകൊണ്ടാണിത്? പ്രിയപ്പെട്ടവരെ, അവളെ അദൃശ്യമായി തടഞ്ഞ ശക്തി, ദൃശ്യമായ ശക്തി, പരിശുദ്ധാത്മ ശക്തി അവളെ പുതിയൊരു സൃഷ്ടിയാക്കാനെന്ന് ആഗ്രഹിച്ചിരുന്നു. സ്വർഗത്തിൻ്റെ പ്രവൃത്തിയാണ്. അവിടെ ഒരു ധ്യാനം നടക്കുന്നില്ല, കൺവെൻഷൻ നടക്കുന്നില്ല. ഒരു ദേവാലയത്തിൽ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അവളെ പിടികൂടുന്നതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന വലിയ ദൂത്. പല തിരുവരുത്തി പറയാം ഹല്ലേലൂയ. അങ്ങനെ ഇവള് വളരെ വിഷമത്തോടെ നിൽക്കുമ്പോൾ ആ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം അവിടെ ശ്രദ്ധയപ്പെടുകയാണ്. ഉടനെ അവള് ആ അമ്മയുടെ മുമ്പിൽ പോയി ആദ്യമായ ജീവിതത്തിൽ കൈകൾ കൂപ്പിയ സമയത്ത് തന്നെ പശ്ചാത്താപത്തിന്റെ കണ്ണുനീരാൽ അവൾ കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞ ആലയത്തിൽ വരുമ്പോൾ തന്നെ ദൈവശക്തി ആ മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് പരിണമിക്കും. ഒരു മാനസാന്തര അനുഭവം, ഒരു രക്ഷയുടെ അനുഭവം, ഒരു സൗഖ്യത്തിന്റെ അനുഭവം കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകും. പലതരം പറയാം ഹല്ലേലൂയ. അവൾ ആ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്നിട്ട് കൈകൾ കൂപ്പിട്ട് പറഞ്ഞു, അമ്മേ, എന്നെയും ഈ തീർത്ഥാടകരെ പോലെ ആ ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചാൽ ഇന്നു മുതൽ പാപത്തിൻ്റെ വഴികളെയും ലോകത്തിൻ്റെ വഴികളെ ഞാൻ ഉപേക്ഷിച്ചു കൊള്ളാം. ഒരു നല്ല തീരുമാനം എടുക്കാനുള്ള കൃപ പോലും പരിശുദ്ധാത്മാവ് തരുന്നതാണ്. ചിലപ്പോൾ ഒരു ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഒരു പുതിയ തീരുമാനമെടുക്കാൻ, ഒരു പുതിയ സമർപ്പണം നടത്താനുള്ള ഒരു കൃപയായിരിക്കും കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പല തിരുവരുത്തി പറയാം ഹല്ലേലൂയ. എല്ലാം ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവള് വീണ്ടും ആ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ അവൾക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റി. നോക്കുക, സ്വർഗം ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. ചില ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ചില തീരുമാനങ്ങൾ നാം എടുക്കേണ്ടതായി വരും. അതൊരു വില കൊടുക്കലാണ്. അവൾക്ക് ആ ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ അവൾ തൻ്റെ പാപത്തെ ഓർത്ത് അനുദമിക്കാനും പുതിയൊരു ജീവിതം നയിക്കാനും തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ ദൈവം വിലമതിക്കുകയാണ്. വലതുകൈ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധി ഞാൻ കടന്നു വരുമ്പോൾ, ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ അണയുമ്പോൾ, ഒരു പ്രാർത്ഥനാ കൂടാരത്തിൽ വരുമ്പോൾ ദൈവം ചില അനുതാപ ചിന്തകൾ തരും. ചില യെസ്, ചില നോ, നീ അരുത്, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നവർക്ക് ദൈവകൃപ സമൃദ്ധമായി ഒടുക്കപ്പെടും. വലതുകൈ പറയാം ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, യാതൊരു അസ്വസ്ഥതയും ഇല്ലാതെ ആ ദേവാലയത്തിൽ പ്രവേശിച്ച് വിശുദ്ധ കുരിശ് പുകഴ്ച ദിനം ആ കുരിശിനെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈജിപ്തിലെ വിശുദ്ധ മേരിക്ക് കർത്താവ് സാന്നിധ്യവും ശക്തിയും നൽകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഈജിപ്തിൻ്റെ ആ മേരി ആ ദേവാലയത്തിന് പുറത്ത് കടന്നത് പുതിയൊരു സൃഷ്ടിയായിട്ടാണ്. നോക്കണം, ദൈവാലയത്തിന്റെ ശക്തി, പ്രാർത്ഥനാ കൂടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തി, അവിടെ വെച്ച് അവൾ മാനസാന്തരപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ മിന്നലൊളി, പൗലോസിനെ മാറ്റിയ മിന്നലൊളി ആ മകളുടെ ജീവിതത്തിലേക്ക് പതിച്ചു. അവിടെ നിന്ന് അവൾ, പ്രിയപ്പെട്ടവരെ, ജോർദാൻ നദി കടന്ന് പിന്നീട് 47 വർഷക്കാലം, 1-2 വർഷമല്ല, 47 വർഷക്കാലം താപസിന്റെ ജീവിതം നയിച്ച് അവസാന നാളുകളിൽ വിശുദ്ധ കുർബാന മാത്രം ആഹാരമായി സ്വീകരിച്ച് തിരുസഭയുടെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർന്ന ഒരു അനുഗ്രഹീത ശുശ്രൂഷകയാണ്, ദേവദാസിയാണ്. പല തിരുവരുത്തി പറയാം ഹല്ലേലൂയ. ലൈംഗിക പാവങ്ങളുടെ പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് പ്രത്യേക മധ്യസ്ഥയായി തിരുസഭ ഈജിപ്തിലെ വിശുദ്ധ മേരിയെ ഉയർത്തി കാണിക്കുകയാണ്. പല തിരുവരുത്തി പറയാം ഹല്ലേലൂയ. നോക്കുക, ഇവിടെ എന്താണ് സംഭവിച്ചത്? ദൈവം തിരഞ്ഞെടുത്ത ഒരു ആലയത്തിൽ വെച്ച് ഒരു വ്യക്തിയുടെയും സ്വാധീനമില്ലാതെ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പ്രത്യേകമായ എന്തെങ്കിലും ചാലകം വേണം എന്നത് നമ്മുടെ മാനുഷികമായ ചിന്തയാണ്. ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്ത് നാം വരുമ്പോൾ, ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ നാം ശ്രമിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ ഒരു ഉത്തരം നൽകും. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു വാതിൽ തുറക്കും. അതാണ് സ്വർഗം നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം. വലതുകൈ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മൾ ഈ പ്രാർത്ഥനാ കൂടാരത്തിൽ
ദൈവത്തോടൊത്ത് ശാലോം കൂടാരത്തിലായിരിക്കുമ്പോൾ തിരിച്ചറിയുക, ദൈവം തിരഞ്ഞെടുത്തൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 2 ദിനവൃത്താന്തം 7:15 ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകൾക്ക്, ഈ ആലയത്തിലായിരിക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾക്ക് സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട്. വിശ്വസിക്കുന്നവരെന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ പോവുകയാണ്. ഏത് സ്ഥലത്തും, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്തും, അവിടുന്ന് തൻ്റെ നാമം ഉയർന്നു നിൽക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവിടുത്തെ ഹൃദയപൂർവ്വമായ കടാക്ഷമുള്ളത് കൊണ്ട്, അതൊരു കോൺക്രീറ്റ് കെട്ടിടമാണെന്നൊന്നും നിർബന്ധമില്ല. ആ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ മനോഹാരിത ചിലപ്പോൾ ഒരു ഓലഷട്ടായിരിക്കും ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം. ചിലപ്പം ഒരു പ്ലാസ്റ്റിക് വലിച്ചു കിട്ടിയ ഒരു കൂടാരം, ഒരു പള്ളിയായിരിക്കും. അവിടെ കർത്താവിനെ കാണാൻ നമുക്ക് കഴിയണം. പലതരത്തിൽ പറയാം ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഈ 17-18 വയസ്സ് സമയത്ത് അന്ന് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു അസുഖമായിരുന്നു അൾസർ രോഗം. അതൊന്നൊരു വലിയ വിഷയമല്ല, നമുക്ക് നല്ല ചികിത്സയുണ്ട്. ഇപ്പോൾ കോളേജിൽ പോകുന്ന സമയത്ത്, SLC പഠിക്കുന്ന സമയത്തൊക്കെ ഈ രോഗം വല്ലാതെ എന്നെ അസ്വസ്ഥപ്പെടുത്തുമായിരുന്നു. ഇങ്ങനെ വേദനയൊക്കെ വരുമ്പം ചെറിയ വല്ല പെയിൻ കില്ലറോ ഒക്കെ വാങ്ങിക്കഴിച്ച് വിദഗ്ധ ചികിത്സയൊന്നും ചെയ്യാതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇന്ന് ഓർക്കുന്നു. 1990-91 കാലഘട്ടത്തിൽ വിശ്വസിക്കുന്നു. ഈ സമീപ പ്രദേശത്തുള്ള കൊളത്ത് വയലിൻ്റെ ഒരു തെങ്ങും തോട്ടത്തിൽ, നിങ്ങൾക്ക് ചിലർക്ക് ഓർമ്മയുണ്ടാകും, അവിടെ ഒരു ബൈബിൾ ശുശ്രൂഷ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതാണ്, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെ നമ്മൾ എപ്പോഴും ആദരിക്കണം. ഒരു അഭിഷക്ത പുരോഹിതനാകട്ടെ, അവൻ്റെ അടുത്ത്, ആ ശ്രേഷ്ഠ പുരോഹിതൻ്റെ അടുത്ത് പോകുവാൻ പരിശുദ്ധാത്മാ പ്രേരണ നൽകിയ പോകണം. നമുക്കിന്ന് അതിന് കഴിയുന്നില്ല, നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ തലമുറയിൽപ്പെട്ടവരൊക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു രോഗമുണ്ടായാൽ, ഒരു പീഡ വന്നാൽ, അന്ന് നാം വൈദികരുടെ അടുത്തോടുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ഒരു കൈവെപ്പിലൂടെ അത്ഭുതകരമായ സൗഖ്യം നമ്മൾ പ്രാപിച്ചിരുന്നു. വലതുകൈ ഉയർത്തി പറയാം ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, അന്ന് ഞാൻ ഒരു കവുങ്ങിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. ഈ രോഗം മൂലമാണ് പോയത്, സ്വന്തം ഇഷ്ടപ്രകാരമല്ല പോയത്, ഒരു കരിസ്മാറ്റിക് ആത്മീയതയിലൊന്നും അല്ല പോയത്. സ്തുതിപ്പ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നെന്ന്, ഭാഷാവൃത്തി പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ നമുക്ക് ഹാലിളകുമായിരുന്നു. പക്ഷേ ഞാൻ ആ തെങ്ങിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും കൈയുയർത്തുന്ന പോലെ മുഴുവനൊന്നും കൈയുയർത്തുന്ന വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല നമ്മൾ. അതൊന്നും വലിയ താല്പര്യമുള്ള വിഷയമല്ലായിരുന്നു. പക്ഷേ ഈ രോഗത്തിൻ്റെ വേദന, ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന വേദന, സ്കൂളുകൾ പല ദിവസവും അബ്സെൻ്റ് ആകുന്നു, കഠിനമായ വേദന, അൾസർ വേദന, അതിൻ്റെ വേദനയാൽ ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുഴു ഹൃദയത്തോടെ അല്ലെങ്കിൽ പോലും ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇന്ന് ഈ പ്രാർത്ഥനാലയത്തോട് ചേർന്ന് സമീപത്താണെങ്കിലും വിദൂരത്തായെങ്കിലും ഈ ആലയത്തോട് ആത്മാവിൽ ഐക്യപ്പെട്ട് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്ഥലകാല സമയങ്ങൾക്ക് അതീതമായ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ ഇറങ്ങും എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് പറയാം ഹല്ലേലൂയ. അങ്ങനെ അന്നത്തെ സൗഖ്യപ്രാപ്തിൻ്റെ സമയത്ത് അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഇതാ 17 വയസ്സുള്ള ഒരു യുവാവിൻ്റെ ആൾസർ രോഗത്തെ കർത്താവ് സമ്പൂർണ്ണമായി സുഖപ്പെടുത്തുന്നു. വലതുകൈ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ 10-28 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പല അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തട്ടെ, ഉദര സംബന്ധമായ ഒരു അസ്വസ്ഥത അതിനുശേഷം ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വലതുകൈ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന സന്ദേശം നമ്മുടെ ഹൃദയത്തിലോട്ട് നമുക്ക് സ്വീകരിക്കാം. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ദൈവമായ കർത്താവ് സോളമന് ദേവാലയത്തിൽ വെച്ച് പ്രതിഷ്ഠപ്പെട്ട ദൂത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം ഓരോ പ്രാർത്ഥനാലയത്തിലുമുണ്ട്. ഓരോ ജാഗരണ പ്രാർത്ഥന നിമിഷങ്ങളിലും കർത്താവ് ഈ ശക്തി ഒഴുക്കുന്നുണ്ട്. ബത്ശേദ കുളം ദൈവം തിരഞ്ഞെടുത്ത ദിനമായിരുന്നു. കുളത്തെ ഇളക്കുമ്പോൾ അവിടെ വന്നവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. അതുപോലെ ഇന്ന് ഞാൻ ഈ പ്രാർത്ഥനാലയത്തോട് ചേർന്ന് ദൈവം തിരഞ്ഞെടുത്തവരുടെ അരുളപ്പാടുകൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. കണ്ണുകൾ ഒരു നിമിഷം അടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എൻ്റെ കർത്താവേ, നിന്റെ തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അംഗീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ആലയം
അങ്ങയുടെ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ അങ്ങയുടെ മഹത്വം കളിയാടുന്ന സ്ഥലമാണ്. ആത്മാവിൻ്റെ ചലനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കാണുകയാണ്. 2 കരവും നമുക്ക് ഉയർത്തിപ്പിടിക്കാം. യോഹന്നാൻ 5:17 എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. 2 കരവും ഉയർത്തി യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഇതാ എന്നോടൊപ്പം അങ്ങയുടെ സന്നിധിയിലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത ആലയത്തിൽ വെച്ച്, അങ്ങ് തിരഞ്ഞെടുത്ത ദിവസം അങ്ങയുടെ ജനത്തിന്റെ കണ്ണുനീരങ്ങ് കൂടവേ, അവരെ സുഖപ്പെടുത്തണമേ. നാളുകളായി അവർ അകപ്പെട്ടിരിക്കുന്ന ശാപഭാവബന്ധനങ്ങളിൽ നിന്ന്, അടിമത്ത ചങ്ങലകളിൽ നിന്ന് അവരെ വിമോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ തുറക്കപ്പെട്ട കരങ്ങളുടെ സ്പർശനം അനേക രോഗികളുടെ മേൽ ഇപ്പോൾ പതിക്കാൻ പ്രാർത്ഥിക്കുക. യേശുവിന്റെ ജീവിതങ്ങളെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ആത്മാവിന്റെ ശക്തി എല്ലാ ജീവിതങ്ങളിലും നിറയെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. കുടുംബങ്ങളെ ഉയർത്തിക്കൊടുക്കാം, നമുക്ക് കുഞ്ഞുങ്ങളെ ഈ നിമിഷം ഉയർത്തിക്കൊടുക്കാം. കർത്താവെ, കൃഷിയിടങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ബാധ്യതകളെ സമർപ്പിക്കുന്നു, വിവാഹ തടസ്സം അനുഭവിക്കുന്ന എന്റെ മകളെ സമർപ്പിക്കുന്നു, ജോലിയില്ലാതെ അലയുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്വന്തമായൊരു ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. എല്ലാവരും ചേർന്ന് പറയാം. ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. നിശ്ചയം, നിശ്ചയം, മാതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, മാതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. 2 വശങ്ങൾ കരങ്ങളടിച്ച് വലിയ ഉണർവോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന ഈ ആലയത്തിൽ അവിടുത്തെ മഹത്വം കണ്ട് നമുക്കൊന്നു ചേർന്ന് അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്, അവിടുന്ന് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. ദൈവമേ, ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം, നിശ്ചയം, മാതു നിശ്ചയം, പിതാവേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. കൂടി നിശ്ചയം, പ്രകടമാക്കണം. നിശ്ചയം, നിന്റെ മാതു ജനത്തിന് വേണ്ടി നിശ്ചയം, പ്രാർത്ഥിക്കുന്ന കർത്താവേ, വാക്കു പറഞ്ഞവൻ നിലവിളിച്ച് മാറുകില്ല. പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടെ ശ്രദ്ധിക്കണമേ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, കുടുംബങ്ങളെ യാചിച്ചാൽ ശ്രദ്ധിക്കണമേ. മറുപടിയുണ്ട്, പ്രാർത്ഥനയിൽ അങ്ങയോട് ചേർന്നിരിക്കുന്ന ചോദിച്ചാൽ അങ്ങയുടെ ജനത്തെ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് യേശുവേ. സ്വതന്ത്രമായി 2 കരം ഉയർത്തി സ്തുതിക്കുന്ന യേശുവേ, ഈശോ, 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 name of Jesus. വർഷാവരോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വൈര്യമായി പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ തുറക്കപ്പെട്ട ശക്തി എല്ലാ രോഗികളുടെ മേൽ പതിക്കട്ടെ. തിന്മയുടെ കെട്ടുകളിപ്പോൾ അനേകരിൽ അടിയട്ടെ. കടബാധ്യതയുടെ മേഖലയിൽ വഴികൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.
മാറ്റണമേ. കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് തുടയ്ക്കണമേ. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങളെ ശ്രദ്ധിക്കണമേ കർത്താവേ. മനസ്സ് മടുത്തിരുന്നവർക്ക് ബലം പകരണമേ. ആരിപ്പോയ ജീവിതങ്ങളെ ചൂടുപിടിപ്പിക്കണമേ കർത്താവേ. വഴിതെറ്റിപ്പോയ എല്ലാവരെയും പരിശുദ്ധാത്മാവെ നേർവഴിയിലേക്ക് നയിക്കണമേ. സകലരും ഈ രാത്രിയിൽ യേശുവിന്റെ മുഖം ദർശിക്കട്ടെ. യേശുവിന്റെ സ്നേഹം വീണ്ടും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. വിശ്വാസം തകർന്നുപോയ ജീവിതങ്ങൾ ഇപ്പോൾ ഉണർവ് പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ, ദമ്പതികളെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യുവതിവാക്കളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ക്രിസ്തുവിന്റെ നാമത്തിന്റെ യോഗ്യതയിൽ എല്ലാ അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ ജാതി മതസ്ഥരെയും യേശു തൊടട്ടെ. യേശു ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിശ്ചയം നിശ്ചയം മധു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം മധു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുവാൻ നിശ്ചയം.